ഹേ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ രാത്രി 11 മണിയായപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണത്തിലിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ചായ കുടിക്കാൻ പോകാമെന്നുള്ളൊരു പ്ലാനിങ് വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് അങ്ങ് ഇറങ്ങി. തട്ടുകടയിൽ പോകാനാണ് പ്ലാൻ ചെയ്തതെന്നുണ്ടെങ്കിലും ഞങ്ങൾ എത്തിപ്പെട്ടത് ക്ലബ് സുലൈമാനിയിലായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു. ഓർഡർ ചെയ്യാനുള്ള സാധനം എന്തൊക്കെയോ ഓർഡർ ചെയ്യും, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ചിന്തകളായിരുന്നു. അങ്ങനെ മനുവേട്ടിനെ നമ്മളെ കൈ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. ആദ്യം തന്നെ നമുക്ക് ലോഡഡ് ഫ്രൈസ് വന്നു. അടുത്ത സാധനം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അറ്റാക്ക് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് പുറത്തു പോകുന്നതും ഇതുപോലെ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമുക്ക് വന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഡൈനാമൈറ്റ് ജിങ്കർ ബർഗർ ആയിരുന്നു. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി സാധനം. അങ്ങനെ പിന്നെ നമ്മുടെ ക്ലബ് സാൻഡ്വിച്ച് വന്നു, ബോബ ടീ വന്നു. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ നമ്മൾ ഓരോന്നിൻ്റെ മേലെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചോക്ലേറ്റിൻ്റെ ബോബ ടീ ഇറ്റ്സ് ഓക്കെ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കുടിക്കുന്നത് സാഫ്രോണ്ടതായിരുന്നു. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. പിന്നെ നമ്മൾ മിൽക്ക് ടീ ഊതി കുടിക്കുമ്പോഴാണ് ഇവൻ വീഡിയോ എടുത്തത്. പിന്നെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊന്ന് ഇരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് യുദ്ധങ്ങളൊക്കെ അവസാനിച്ചു എന്ന് കരുതി ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫ്രഞ്ച് ഫ്രൈസ് കൂടെ ഓർഡർ ചെയ്താലോ എന്ന് ആരോ അപ്പുറത്ത് നിന്ന് പറയുന്നത് കേട്ടത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, അതങ്ങോട്ട് ഓർഡർ ചെയ്തു. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം എന്നാണല്ലോ. പൈസ കൊടുക്കുന്നത് ഞാനല്ലാത്തതുകൊണ്ട് പിന്നെ ഓർഡർ ചെയ്യുന്നതിന് പഞ്ഞെന്തിന്. അങ്ങനെ ഒരു 1 മണി 1:30 കൂടി നമ്മുടെ അറ്റാക്കിങ് കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വയറ് നിറഞ്ഞു. ഇനി ഇവിടുന്ന് എങ്ങനെ എണീക്കും എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. ഒരു സ്ട്രോയെ ഈ പരുവത്തിൽ പീഡിപ്പിച്ചിട്ട് അവളിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, അയ്യേ മോശം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളുടെ കിടപ്പുവശം വരുന്നത്. അപ്പം അത്രയൊക്കെയുള്ളൂ ഗായ്സ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ പറഞ്ഞില്ലേ, ഇവിടെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതുവരേക്കും ബൈ.